അപ്പോൾ ഗൈസ് ഇതാണ് നമ്മളെ തേനീച്ചയുടെ ഫുള്ള് വീഡിയോ എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഗൈസ് ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലേ മിസ്സായി പോകും. അപ്പോൾ ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ഫുള്ള് കാണാൻ നോക്കുക. രാജാവല്ല സോറി റാണി എന്ന് പറഞ്ഞ സാധനം. റാണി രാജാവ് മറ്റേത് കേട്ടോ, ഇതല്ല, ഇത് റിയൽ റാണി, അതായത് തേനീച്ചയിലുണ്ടാവുന്ന റാണി. ഞാൻ റാണി എന്ന് ഇങ്ങനെ കേട്ടിക്കണ്, പക്ഷെ നേരിട്ട് ഇപ്പോഴാണ് ഈ റാണീനെ കാണുന്നത്. നിങ്ങളും റാണീനെ കണ്ടോളൂ. ഇപ്പോൾ ഒരു ഫാമിൽ പോയാലും റാണീനെ കാണാൻ പറ്റില്ല, എവിടുന്നും റാണീനെ കാണാൻ പറ്റില്ല. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ഇത്രയും കാലമായിട്ട് ഞാൻ കണ്ടിട്ടില്ല. കാരണം ഞാൻ ഇപ്പോൾ ഇത് വളർത്താൻ തുടങ്ങിയതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ റാണീനെ കണ്ട്. അപ്പോൾ ഇതിനങ്ങനെ കാണൂല. ഇത് അതായത് 25,000 തൊട്ട് 40,000 തേനീച്ചയുടെ ഇടയിൽ കൂടെ പാഞ്ഞളിക്കുന്ന സാധനമാണ് ഈ സാധനം, ഈ റാണി എന്ന് പറയുന്നത്. അപ്പോൾ അപൂർവം ഇത് വളർത്തുന്ന ആൾക്കാരൊക്കെ ഒരുവിധം കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഗൈസ് നിങ്ങളിത് കണ്ടോളി, ഇത് മിസ് ചെയ്യേണ്ട ഈ വീഡിയോ. അപ്പോൾ ഞാൻ എനിക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ ചെയ്യണതെന്ന് പറഞ്ഞാൽ ഈ കൂട്ടിൽ റാണി മുട്ട നമ്മൾ വേറൊരു കൂട്ടിക്ക് വെക്കുക. അപ്പോൾ ഈ കൂട്ടിൽ 6 ഷെല്ലാണ് ഉള്ളത്. ഈ 6 ഷെല്ല് നമ്മൾ തിരഞ്ഞിട്ടാണ് ഇപ്പോൾ ആ റാണീനെ നമ്മൾ കണ്ടുപിടിക്കുന്നത് കേട്ടോ. അങ്ങനെ ഇതിൻ്റെ മുട്ട മാറ്റിക്കഴിഞ്ഞാൽ ആ മുട്ട വിരിഞ്ഞ അതിലും ഒരു റാണി ഉണ്ടാവും. ബാക്കി റാണികളൊക്കെ ചാവും അല്ലെങ്കിൽ പറന്നു പോകും. അങ്ങനെയാണ് അവർ പറഞ്ഞു തന്നത്. അപ്പോൾ ഗൈസ് നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ തേനീച്ചനെക്കാളും കുറച്ചും കൂടി ലെങ്ത്ത് ഉണ്ടാവും. അപ്പോൾ പെട്ടെന്ന് പോകും കേട്ടോ. അപ്പോൾ ഗൈസ് വേഗം നോക്കണം. ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്യുക. അപ്പോൾ ഞാൻ ഇപ്പോൾ നോക്കണം എന്താ പറയുക, തേനീച്ച കുത്തുവോ ഇല്ലയെന്ന് ഇങ്ങനെ നോക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഹെൽമെറ്റ് ഇട്ടിട്ട് മതി, കുത്ത് കിട്ടും ഉറപ്പാണ്. അതുകൊണ്ട് ഹെൽമെറ്റ് ഇടാൻ തുടങ്ങി. ഇങ്ങനെ നടന്നു പോവുക, നിൽക്കൂല ഓടും. അത് ഇതിലേക്ക് വെക്കാല്ലേ, അത് വെച്ചിട്ടാ കൊണ്ടോ. ആ അങ്ങനെ കണ്ടാ പിന്നെ ഇതിലുണ്ട് സാധനം കണ്ടു ഞാൻ. തുറക്കുണ്ടാവും, അതുകൊണ്ടാണ് ഇത് വലിയ പ്രശ്നക്കാരനല്ല. ഈച്ച വലിയ പ്രശ്നക്കാരനല്ല. ചിലത് ഇല്ല, അപ്പുറ സൈഡിലേക്ക് വരും. എൻ്റെ വിരലിൻ്റെ അടിയിൽ ഇപ്പുറത്തെ സൈഡിലുണ്ടാവും, ഇവിടെ ഉണ്ടാവും. എന്താ ഇത് കണ്ടില്ലേ? എന്താ ഈ മൂലയിൽ ഇരിക്കുന്നില്ലേ അതവിടെ വലിയൊരു ഈച്ച ഉണ്ടോ? ഇഷ്ടപ്പാക്കണ്ട, ഇത് വേഗം കൊണ്ടാക്കി. ഇതിന്റെ മൂടി എടുത്തോ. ഇതല്ല മൂടി. മൂന്ന് കളിക്കല്ലോ, ഒന്ന് കളിക്കണ്ട. 3 കളിക്കുക. അത് ലാസ്റ്റത്തെ കളിക്കുക നമ്മള്. അത് എടുക്കണോ? സൈഡിലേക്ക് വെച്ചാൽ മതി. അല്ല അവിടെ തന്നെ വെക്കൽ നടക്കും. മതി എടുക്കണ്ട. നീ ഒട്ടി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല, കുഴപ്പമൊന്നുമില്ല, മാറ്റാനായിട്ടൊന്നുമില്ല. ഇതിൽ പുതിയ റാണി വരണോ? ഈ റാണി നാളെ വേറെ ഉണ്ടാക്കി ആ പെട്ടി നിങ്ങള് കൊണ്ടുപോയിക്കോളി, കെട്ടി അതിലത് വെക്കട്ടെ. എന്നിട്ട് വെക്കാനുള്ള സ്ഥലം എവിടെയാന്ന് വെച്ചാൽ 1.5 കിലോമീറ്റർ എങ്കിലും മാറ്റണം.
ചിലത് വേഗം കിട്ടും, ചിലതുണ്ടല്ലോ ഞാനത് കാണാണ്ട് ഈച്ച കൂടുതലായിരുന്നു. പുതിയ റാണിയും മുട്ട ഇട്ടിട്ട് വരണല്ലേ? ഇതിൽ മുട്ട വരും, മുട്ട ഉണ്ടപ്പോ ഇതിൽ വരില്ല. 7 ദിവസം കഴിയുമ്പോഴത്തേക്കും ഒരു പുതിയ മുട്ട ഇടും. അവിടെ ഇനി ഫ്രെയിം ഉണ്ട്, ഫ്രെയിം ഉണ്ടല്ലോ വലിയ ഫ്രെയിം. ഇതില് കൊറേ ഫ്രെയിം അതാ. ഇതിലെത്ര എൻ്റെ കയ്യിലുണ്ട്, കൈ പിടിച്ചിട്ട് എന്നാ തത്വം നടക്കുന്നത്. പഞ്ചസാര വെച്ചാല് ശേഷം മാറിയെന്നാൽ ചിലപ്പോൾ ഒന്ന് പറക്കും. നിങ്ങളോടുണ്ടോ തേനീച്ച? 3 പെട്ടി വാങ്ങി 6 പെട്ടിയാക്കി, വീണ്ടും 6 പെട്ടിയാക്കി, ഇപ്പം 3 ഉള്ളൂ. അതെ, അത് അതിൻ്റെ ഇടയ്ക്ക് മഴക്കാലത്ത് നോക്കാണ്ടിരുന്നത് പിരിഞ്ഞു. ഇതൊക്കെ കവറൊക്കെ വെച്ച് കൊടുക്കണല്ലേ? ഇതിലിപ്പോൾ കയറ് വേണം, ആ കയറ് നിങ്ങൾക്ക് ഇതിൻ്റെ ഈ സാധനം ഒന്ന് ഇങ്ങോട്ട് തിരിക്കണം. ആ പലക ഒന്ന് അങ്ങോട്ട് തിരിച്ചെത്തി, ഇങ്ങോട്ട് തിരിച്ചെത്തി. അത് നേരെ ഓപ്പോസിറ്റ് തിരിച്ച് ഇങ്ങോട്ട്, നേരെ ഇങ്ങോട്ട് തിരിച്ച് അങ്ങനെ. എൻ്റെ വായ ഇപ്പുറത്തെ സൈഡില്ല, നോക്കിയില്ലായിരുന്നു. കയറ് എൻ്റെ അടിയിൽ കിട്ടും, എൻ്റെ അടിയിലിട്ട് കയറി ഇതിൻ്റെ അടിയിലാ? അതായി കെട്ടേണ്ടി വരും ചിലപ്പോൾ. വണ്ടിയിലല്ല കൊണ്ടുവന്നേ? അല്ല, ഇവിടെ എടുത്തോണ്ടാവാനാ. ഇവിടെ തന്നെ അയക്കണേ. എവിടെയാ? നമ്മളെ മൂലൊക്കെ കൊണ്ടാക്കിയ. ഇത്ര മതിയോ? പറമ്പിന്റെ നിങ്ങൾ അല്ലെങ്കിൽ ആ കോറിൻ്റെ ആ സൈഡിലേക്ക് താഴെ കൊണ്ടുവച്ചോളൂ. ആരെങ്കിലും എടുത്തോണ്ട് വരാം? അങ്ങനെയൊന്നും കൊണ്ടുപോകുന്നില്ല. അല്ല, നമ്മളെ മൂലൊക്കെ സ്ഥലമുണ്ട്, ഒറ്റ മൂല. അങ്ങനെ വെച്ചാൽ പോരാ. റബ്ബറിന്റെ അയക്ക് പോയി കൊണ്ട് വന്നോ വരുമോ എന്നുള്ള അറിയില്ല കേട്ടോ. അങ്ങനെ ആകുമ്പോൾ അത്ര എടുത്താകുമ്പോൾ എന്ത് ഈച്ചകളേ, അതിനാണ് അത് നീക്കി വെക്കണം എന്ന് പറയുന്നത്. ഒരു കെട്ടിക്കൊണ്ട് ഇങ്ങനെ കെട്ടണം. അവരൊക്കെ എടുത്തെടുത്ത് വെച്ചിക്കണല്ലോ. അല്ല, അത് പിന്നെ 3 ദിവസം കഴിഞ്ഞ് അങ്ങോട്ട് കൂടെ കൊണ്ടാക്കാം. അങ്ങനല്ലേ? എന്നാ വീടിന്റെ അവിടെ കൊണ്ടുവച്ചോളൂ. പിന്നെ വീട്ടിൽ കൊണ്ടുപോകാം. താഴെ കൊണ്ടുപോയിക്കാം. അല്ലെങ്കിൽ ആ കോറിൻ്റെ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുമോ? വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുമോ? കാറില് ഇളക്കല അങ്ങനെ ഇളക്കല. പുറത്ത് പോവില്ല. വള്ളി അടിയിലിട്ടിട്ട് അത് പൊക്കുന്നത്. വള്ളി വന്നിട്ട് എടുത്താൽ പ്ലാസ്റ്റിക് വെക്കണം. ഒരു അതങ്ങോട്ട് മാറ്റി വെച്ചോളൂ, അതിന് വേണ്ട. അങ്ങനെ കാറിലേക്കിട്ട് വരുത്തിട്ട് കൊണ്ട് വെച്ചോളി. എന്നാ എടുത്തോണ്ടായി പിന്നെ കൊടുത്തിട്ട് എടുത്തൊക്കെ വെക്കല്ലേ? പിന്നെ അവിടെ വെച്ചാൽ മതി, തണുപ്പത്ത് നോക്കിയിട്ട്. അപ്പോൾ ഗൈസ്, ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മൂപ്പര് പറഞ്ഞ നിങ്ങൾ ശ്രദ്ധിച്ചില്ല. അതായത് ഈ കൂട് നമ്മൾ മാറ്റി വെച്ചിട്ട് അതിലാണ് മുട്ട ഇട്ടിട്ട് അങ്ങനെയാണ് വിരിയുക. ഞാൻ നേരത്തെ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ മുട്ട ഉണ്ടാവുക, മുട്ട മാറ്റി വെച്ചിട്ട് വരിക എന്നാണ് പറഞ്ഞത്. അപ്പോൾ ചെറിയ തെറ്റുണ്ട്. അപ്പോൾ ഗൈസ്, തേനീച്ചയൊക്കെ പുറത്തിറങ്ങാൻ തുടങ്ങി. കാറിൻ്റെ ഏകദേശം ഫുള്ള് നിങ്ങളെ മിനി വ്ളോഗിൽ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഏകദേശം ബാക്ക് സൈഡിലൊക്കെ ഫുള്ള് തേനീച്ചയാണ്. കുത്തൂലായിരിക്കും. അപ്പോൾ നോക്കി ഇവിടെ കണ്ടാറ് ഈ ഒരു ഇതിൻ്റെ അവിടെ ആയിട്ട് നമ്മളെ ഡോറിൻ്റെ സൈഡിൽ ഒരു അത്യാവശ്യം തേനീച്ച ഇറങ്ങി. നമ്മളിപ്പോൾ ഏകദേശം വീട്ടിൽ കൊണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് മസ്റ്റാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ നമുക്ക് സെറ്റപ്പ് ചെയ്യാം. മിനി വ്ളോഗ് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. വ്ളോഗ് കിട്ടാൻ കുറച്ച് പണിയാണ്. അപ്പോൾ ഇനി അടുത്ത തേനീച്ചരെ നമ്മൾ അടുത്ത ഇതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളും വ്ളോഗായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇടയ്ക്കൊക്കെ ഷോർട്ട് വീഡിയോ വരും ഗൈസ്, ഈ തേനീച്ചേൻ്റെ തന്നെ. അപ്പോൾ ശരി ഗൈസ്, നമ്മൾ നേരെ വീട്ടിലെത്തിക്കണ്. ഇനി കൂടി ഇവിടെ വെക്കും വീട്ടിൻ്റെ അവിടെ. ഒരു 4 ദിവസം കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ റിട്ടേൺ അവിടെ തന്നെ കൊണ്ടാക്കി കേട്ടോ. ഇതിപ്പോൾ ഇതിനെ തിരിച്ചുകൊണ്ട് മാത്രമാണ് നമ്മൾ വീടിൻ്റെ ഇവിടെ കൊണ്ടുവയ്ക്കുന്നത്. ഏകദേശം ഒരു 1 കിലോമീറ്റർ 1 കിലോമീറ്റർ വിട്ട് വെക്കണം. അപ്പോൾ നമ്മൾ 3-4 കിലോമീറ്റർ അപ്പുറത്താണ് വെച്ചിരിക്കണം. അപ്പോൾ അവിടെ വെച്ചാൽ തന്നെ ഇവിടെ ഒരു കമ്പി അടിച്ചിട്ട്
കമ്പി അടിച്ചിട്ട് നമ്മൾ ഇതിന് സെറ്റ് ചെയ്യാൻ അപ്പോൾ നല്ല ഉറുമ്പൊക്കെ വന്നു കഴിഞ്ഞാൽ പണി കിട്ടും. അതിന് നമ്മൾ അടിയിലൊരു സാധനം വെച്ചോളൂ, ഒരു വെള്ളമൊക്കെ നിർത്താൻ പറ്റിയൊരു സാധനം. അപ്പോൾ ചേച്ചിയൊക്കെ വന്ന് നോക്കുന്നുണ്ട്. ചേച്ചിക്ക് ഈ വീഡിയോ കാണുമ്പോഴാണ് റാണിനെ കാണാൻ പോണി. ചേച്ചി അമ്മയൊക്കെ എല്ലാവരും ഒരു ഇത് ഞങ്ങളെ കുടുംബത്തിലൊന്നും ആരും റാണിനെ കണ്ടിട്ടില്ല ഗൈസ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, ഇനിയിപ്പോൾ ഞാൻ മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ശരി ഗൈസ്, ഇത്രയുള്ള വീഡിയോ. ഇനി ലാഗ് ആക്കണില്ല, ഇപ്പം തന്നെ ലാഗാണെന്ന് അറിയാം, കുറേ ലെങ്ത് തന്നില്ല വീഡിയോ.